കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കിടെ സ്റ്റേജിൽ നിന്ന് വീണ് ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ സംഭവത്തിൽ ദിവ്യ ഉണ്ണിയെയും സിജോയ് വർഗീസ് എന്നിവരെയും മൊഴിയെടുക്കാൻ വിളിപ്പിക്കും. ഇരുവരും പരിപാടിയിലെ മുഖ്യാതിഥികളായിരുന്നു. പരിപാടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇരുവരിൽ നിന്നും തേടും. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുമുണ്ട്. കണ്ണു തുറന്നു, കൈകാലുകൾ ചലിപ്പിച്ചു. മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം ഡോക്ടർമാർ ഉടൻ മാധ്യമങ്ങളെ കാണും. കൂടുതൽ വിവരങ്ങളുമായി റിയ ബേബി ചേരുന്നു. റിയ, ആശുപത്രിയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ മെഡിക്കൽ ബുള്ളറ്റിൽ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് അറിയാൻ കഴിയും. എങ്കിലും രാവിലെ വളരെ നല്ല വാർത്തയാണ്. ഉമാ തോമസ് കണ്ണു തുറന്നു, അതുപോലെ തന്നെ കൈകാലുകൾ ചലിപ്പിച്ചു എന്നുള്ളതൊക്കെ. ആശുപത്രിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഈ ഉമാ തോമസിന്റെ അപകടം സംബന്ധിച്ച് അപകടം നടന്നതിന് ശേഷം ഏറെ ആശങ്കയുണ്ടായിരുന്നു. കാരണം അതിന്റെ ആഘാതം മെഡിക്കൽ ബുള്ളറ്റിനുകളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. ഇന്ന് പുലർച്ചെയോടെയാണ് ഉമാ തോമസിന്റെ മക്കളായ വിഷ്ണുവും വിവേകും ആശുപത്രിയിൽ കയറി MLA കണ്ടത്. ആശ്വാസകരമായ വാർത്തയാണ് അവർ പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞത്. ഡോക്ടർമാർ സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവർ കൈകാലുകൾ അനക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഉമാ തോമസ് MLA കൈകാലുകൾ ചലിപ്പിച്ചിട്ടുണ്ട്. കണ്ണ് തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കണ്ണ് തുറക്കാനുള്ള ശ്രമം നടത്തി. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിയാക്ഷനായി ആരോഗ്യനില സംബന്ധിച്ച് ഡോക്ടർമാർ വിലയിരുത്തുന്നു. സെഡേഷൻ അല്പം കുറച്ചിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിലേക്കുള്ള സർജറി അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയുള്ള മെഡിക്കൽ ബോർഡ് യോഗമാണ് 9 മണിക്ക് ആരംഭിച്ചത്. 10 മണിയോടുകൂടി തന്നെ ഒരു 5-10 മിനിറ്റിന് ശേഷം ഡോക്ടർമാർ മാധ്യമങ്ങളെ കണ്ട് എന്താണ് ആരോഗ്യസ്ഥിതി, അടുത്ത സർജറി അടക്കമുള്ള ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയുമോ, വെന്റിലേറ്ററിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു ചികിത്സാ രീതി മുന്നോട്ട് പോകാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളിൽ അവർ പ്രതികരിക്കും. എന്തായാലും ആശ്വാസകരമായ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്നത്. ഈ മെഡിക്കൽ റിപ്പോർട്ട് ഉടൻ തന്നെ വരും അല്ലേ റിയ? ഡോക്ടർമാർ മാധ്യമങ്ങളെ കാണും എന്നാണ് വിചാരിക്കുന്നത്. അതെ, വിശദമായി തന്നെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഡോക്ടർമാർ മാധ്യമങ്ങളെ കാണും. നേരത്തെ ഡോക്ടർമാരോട് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആണ് ഉമാ തോമസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അത് നേരിയ പുരോഗതി തന്നെയാണ്. പക്ഷേ അതിന്റെ അടുത്ത രീതിയിലുള്ള ശസ്ത്രക്രിയ അടക്കം നടത്താനുള്ള ഒരു സാഹചര്യമുണ്ടോ എന്ന് സംബന്ധിച്ചാണ് ഇപ്പോൾ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരിക്കുന്നത്. കാരണം ശ്വാസകോശം സംബന്ധിച്ചിട്ടുള്ള സർജറികളടക്കം ഇനി നടത്തേണ്ടതുണ്ട്. നീർക്കെട്ടടക്കം ഉണ്ടായിരുന്നു. അത് നടത്താനുള്ളൊരു സാഹചര്യം ഇപ്പോഴുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അവർ വിശദമായി തന്നെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് പരിശോധിക്കുകയാണ്. 9 മണിക്ക് തന്നെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് നിയമ നടപടികളെ കുറിച്ച് കൂടി നമുക്ക് അറിയേണ്ടതുണ്ടല്ലോ. ഈ ദിവ്യനെയും സിജോയ് വർഗീസിനെയും ഇന്നിപ്പോൾ മൊഴിയെടുക്കാൻ വിളിക്കും എന്നുള്ളതാണ് അറിയുന്നത്. എന്താണ് അവരിൽ നിന്ന് പോലീസ് തേടുന്ന വിവരങ്ങൾ? ഈ സംഭവത്തിൽ സംഘാടകരായ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അവരെ ജാമ്യം നൽകി വിട്ടയക്കാവുന്ന വകുപ്പുകളാണ്. പക്ഷെ അവരെ ഇപ്പോഴും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അതിനൊപ്പം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നത്. ഇത് സംബന്ധിച്ച് ദിവ്യ ഉണ്ണിക്കും ഈ പരിപാടിയുടെ സംഘാടകരിൽ ഒരാൾ കൂടിയായ നടൻ സിജോയ് വർഗീസിനും നോട്ടീസ് നൽകും. അവരെ വിളിച്ചു വരുത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്, അവസാന നിമിഷം ഈ പരിപാടിയുടെ സ്റ്റേജ് അടക്കം ഇങ്ങോട്ട് മാറ്റുന്നതിലടക്കം എന്ത് സംഭവിച്ചു, അങ്ങനെ ഒരു തീരുമാനമെടുത്ത സാഹചര്യം അടക്കം വിശദമായി തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഇവന്റ് മാനേജ്മെന്റിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും വിളിപ്പിക്കാനുള്ള ഒരു നീക്കം കൂടി പോലീസ് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിന് ഇതിൽ വലിയ പരാതിയുണ്ട്. തൃക്കാക്കരയിലെ കോൺഗ്രസ് നേതാക്കൾ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. നിസ്സാരമായ വകുപ്പുകൾ ചുമത്തി സംഘാടകർക്ക് ജാമ്യം ലഭിക്കാനുള്ള അവസരം പോലീസ് ഒരുക്കിയെന്നൊരു ആക്ഷേപമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ IPCയിലെ 118 വകുപ്പും അതോടൊപ്പം തന്നെ ഭാരതീയ നിയമ സംഹിതയിലെ 125-ഉം 125B-യുമാണ് ചുമത്തിയിരിക്കുന്നത്. അതായത് ജീവന് ഭീഷണി ഉണ്ടാകുന്ന ഒരു സാഹചര്യം, സുരക്ഷയില്ലാത്തൊരു സാഹചര്യം ഒരുക്കിയെന്ന വകുപ്പ്. അത് പോരാ, ഗുരുതരമായ വകുപ്പുകൾ ചുമത്തണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ DCC അടക്കം നേരത്തെ വലിയ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിന്റെ നിർമ്മാണത്തിൽ അതോടൊപ്പം തന്നെ സുരക്ഷ ഏർപ്പെടുത്തുന്നതിൽ വീഴ്ച സംഭവിച്ചെന്ന ആക്ഷേപമുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു പരാതിയുമായി അവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് അറസ്റ്റുകൾ കൂടുതൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന സൂചനയാണ് നൽകുന്നത്. കമ്മീഷണർ അടക്കം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സാഹചര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എവിടെയാണ് വീഴ്ച സംഭവിച്ചത്, അവസാന നിമിഷം ഈ സ്റ്റേജ് ക്രമീകരണം മാറ്റുന്നതിന് ഇടയാക്കിയ സാഹചര്യം എന്ത് എന്നത് പോലീസ് പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലായത് 28-ാം തീയതി രാത്രിയാണ് ഈ തട്ടിക്കൂട്ട് സ്റ്റേജിന്റെ പണി തുടങ്ങിയത്. കസേരകൾക്ക് മുകളിൽ കമ്പി കെട്ടി തട്ടടിച്ചാണ് ഈ സ്റ്റേജ് നിർമ്മിച്ചത്. 29-ന് പുലർച്ചെ 3 മണിക്കാണ് ആ സ്റ്റേജ് നിർമ്മാണം പൂർത്തിയാക്കിയതെന്നും ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ